ഹായ് ഗായ്സ്, ഈ വീഡിയോ ഒരു വ്ളോഗാണ്, ഒരു കുട്ടി ജേണി വ്ളോഗാണ്. പക്ഷേ ഈ വീഡിയോ എടുത്തിട്ട് ഒരുപാട് നാളായി. നമ്മുടെ മണ്ടക്കാട് ഉത്സവം തുടങ്ങിയ ടൈമിൽ ഞാനും അച്ഛനും അമ്മയും കൂടെ അമ്പലത്തിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. പക്ഷേ എൻ്റെ സ്റ്റഡി പേർപ്പസും അതുപോലെ ഇവിടെ ആറ്റുകാൽ പൊങ്കാല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നൈറ്റ് ടൈമിലാണ് എഡിറ്റ് ചെയ്യുന്നത്. വീട്ടിൽ ടി വി വെച്ചിരിക്കുന്ന വോയിസ്, അമ്മയും ചേട്ടനും അച്ഛനൊക്കെ ഫോൺ നോക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വോയിസ് ഡിസ്റ്റർബൻസ് കാണും. നിങ്ങൾ പരിമിതികൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. നോക്കിക്കോ, ഉറപ്പാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഉറപ്പ് നൽകുന്നു, എൻ്റെ അടുത്ത വീഡിയോയിൽ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാണ്ട് ഞാൻ നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ യാത്ര എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് മണ്ടക്കാട് പോകുന്നത്. അപ്പോൾ ഇത്രയും ദൂരം എൻ്റെ ഇവിടെ നിന്ന് ഞാനും അച്ഛനും അമ്മയും കൂടെ ബസ്സിലാട്ടോ പോയത്. ഇവിടെ നിന്ന് തമ്പാനൂർ പോയി. തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ നിന്നും അവിടെ നിന്ന് ബസ് കയറി ഒരു ഏകദേശം 2.5 മണിക്കൂർ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ടൈം, എത്രയോ മണിക്കൂർ ബസ്സിലിരുന്ന് നല്ല വിശപ്പായിരുന്നു. ദൈവം സഹായിച്ചിട്ട് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ദേവി അറിഞ്ഞു തന്നതായിരിക്കാം. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഫുഡ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചു. ഇതിനിടെ ഞാൻ ഒരു കുഞ്ഞ് പ്രൊമോഷൻ ചെയ്യുകയാണ്. നമ്മുടെ MS ടോക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ശരണ്യ മാമും ഞാനും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ ഒരു ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. PKG തൊട്ട് 10th വരെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ട്യൂഷൻ അവൈലബിൾ ആണ്. ഓഫ്ലൈനായിട്ട് നിങ്ങൾ ഇവിടെ വന്ന് പഠിക്കേണ്ടി വരും, അല്ലാണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ ക്ലാസ്സിനേക്കുള്ള രജിസ്ട്രേഷൻസും എല്ലാം അഡ്മിഷൻസും എല്ലാം നിങ്ങൾ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ഇത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ MS ടോക്സ് നിങ്ങൾക്കറിയാം, MS ടോക്സിൽ ശരണ്യ മാമും ഞാനും കൂടെ ആയിരിക്കും ട്യൂട്ടോറിയൽസൊക്കെ എടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ദിസ് നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ആൻഡ് ബാക്ക് ടു മൈ വീഡിയോ. ഫുഡ് കഴിച്ച ശേഷം നമ്മൾ ബീച്ചിലോട്ടാണ് പോയത്. അപ്പോൾ എന്താ പറയുക, നല്ല കൊള്ളാം. എല്ലാ ബീച്ചും ഒരുപോലെയാണല്ലോ. അപ്പോൾ എന്നാലും ആദ്യമായിട്ട് പോയിട്ടുണ്ടായിരിക്കും. എനിക്ക് അല്ലെങ്കിൽ ബീച്ച് എന്ന് പറഞ്ഞാൽ ക്രേസാണ്. അപ്പം ഞാൻ അച്ഛനെയും അമ്മയുടെയും കൂടെ ഞാൻ കാലിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം ബീച്ചിൽ നിന്ന് ബീച്ചെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഒരുപാട് നേരം ബീച്ചിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അമ്പലത്തോട്ട് പോയിട്ട് തിരിച്ച് ബീച്ചിൽ വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അമ്പലത്തിൽ കയറിയിട്ട് പിന്നെ നമുക്ക് ബീച്ചിൽ പോകാനായിട്ട് ടൈം കിട്ടില്ല. കാരണം അമ്പലത്തിൽ പോയപ്പോൾ തന്നെ ലേറ്റായി. പിന്നെ നമ്മൾ ബീച്ചിൽ പോയെങ്കിൽ താമസിച്ചേനെ. അതുകൊണ്ട് ബീച്ചിൽ പോയതിന് ശേഷം നമ്മൾ പിന്നെ ക്ഷേത്രത്തിനകത്ത് കയറിയപ്പോൾ എനിക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടി, ഒരു അമ്മുമ്മ. ആ അമ്മുമ്മയോട് സംസാരിച്ച് വന്നപ്പോഴാണ് ആ അമ്മുമ്മയും ട്രിവാൻഡ്രത്തുള്ളതാണ്. അമ്മുമ്മ നമ്മുടെ ഈ മണ്ടക്കാട് ഉത്സവം ടൈമിൽ ഇവിടെ വരുന്നതാണ്. ഇവിടെയാണ് കോവിലാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി, ഇവിടെ കൊടപ്പനത്ത് താമസിക്കുന്ന ഒരു അമ്മുമ്മ. അങ്ങനെ ആ അമ്മൂമ്മയെ കണ്ടതിന് ശേഷം കോവിലിൽ കയറി. കോവിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ഫുൾ ഷോപ്പിംഗ് ആയിരുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് നട തുറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും അമ്പലത്തിനകത്ത് കയറി. അപ്പോൾ 2 വട്ടം കയറിയ 3ാമത്തെ വട്ടം കയറണ്ടേ, അതുകൊണ്ട് വീണ്ടും നമ്മളൊരു പ്രാവശ്യം കൂടെ റോഡിൽ ഇറങ്ങി വീണ്ടും അമ്പലത്തിൽ കയറി. അമ്മയുടെ നല്ല ദർശനം കിട്ടി. ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വളരെ അത്ഭുതമായിരുന്നു ഈ ഒരു ടെമ്പിൾ കണ്ടപ്പോഴത്തേക്ക്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയും പോകണമെന്ന് ആഗ്രഹമുണ്ട്, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ക്ഷേത്രത്തിൽ കയറി തൊഴുതതിന് ശേഷം നമ്മൾ പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തത് അമ്മയുടെ ആ ഒരു നട തുറക്കുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫോണിൻ്റെ ക്ലാരിറ്റി കുറവ്, കാരണം ഇത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വ്ളോഗായിരുന്നു. പിന്നെ അമ്പലത്തിൽ തൊഴുത് എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ ഇത്, കോളിഫ്ലവർ പൊരിച്ചത്. ഏത് അമ്പലത്തിൽ ഉത്സവമുണ്ടെങ്കിൽ ഈ സംഭവം കാണുമല്ലോ. അപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുക സാധനം. അങ്ങനെ അച്ഛനടുത്ത് വാശിപ്പിച്ച് അത് വാങ്ങിച്ചു. പിന്നെ അവിടെ ഈ നമ്മൾ ഇവിടെ നിന്ന് താലപ്പൊലി ഇല്ലേ, അതുപോലെ ഈ കുതിരയിലാട്ടോ അവർ താലപ്പൊലി കൊണ്ടുവരുന്നത്. അങ്ങനെ താലപ്പൊലിയൊക്കെ പോകുന്നത് കൊണ്ടും പിന്നെയും നമ്മളവിടെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ തിരിച്ച് ബസ് കയറാനായിട്ട് വന്നു. ബസ് കയറാൻ ഒരുപാട് പേരും വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം തിരുവനന്തപുരം ബസ് വന്നു. തിരുവനന്തപുരം ബസ്സിൽ കയറി. തിരിച്ചു പോകുമ്പോഴും ഇതുപോലെ താലപ്പൊലിക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നൈറ്റാട്ടോ അവർ ഇങ്ങനെ പോകുന്നത്, കോടമൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ സ്ത്രീകളുടെ ശബരിമലയിൽ നിന്നാണ് മണ്ടക്കാട് അമ്മയുടെ ഈ ഒരു ഈ ക്ഷേത്രത്തിനെ പറയുന്നത്. ഈ കെട്ട്, ശബരിമലയിൽ പോകുമ്പോൾ കെട്ടൊക്കെ കെട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മഹാത്മ്യങ്ങൾ എൻ്റെ പുതിയ ഫ്രണ്ടായിട്ടുള്ള അമ്മൂമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകളുടെ ശബരിമലയിൽ പോയി അമ്മയെ കണ്ട സന്തോഷത്തിൽ
പിന്നെ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്യൂഷൻ ആവശ്യമുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഒന്നും കൂടെ നമ്പർ ഇവിടെ അയക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മയുണ്ട്, ബെറ്റർ ആവണം, എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഇനിയും എൻ്റെ ട്രാവൽ ജേണിയൊക്കെ ഞാൻ ഇതുപോലെ കുഞ്ഞു വ്ലോഗായിട്ട് ഞാൻ പോകുന്ന എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും നേരം ക്ഷമയോടെ കണ്ടിരുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.